ഇപ്പൊ ക്യാമ്പസിൽ നമ്മൾ MSL എന്ന് പറഞ്ഞിട്ട് മെന്റർ സ്റ്റാർട്ടപ്പ് ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസിനെ നമ്മളൊരു 8 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് 1 lakh ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. 1 lakh ക്യാഷ് പ്രൈസ് കൊടുക്കുക. ഞങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം കേരളത്തിൽ 1 lakh ക്യാഷ് പ്രൈസ് കൊടുത്താലും എല്ലാ സ്റ്റുഡൻസും വരും. ഞങ്ങൾ ഇത് ക്യാമ്പസിനുള്ളിൽ മാത്രമേ ചെയ്യുന്നത്. കാരണം അത് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കും, കൾച്ചർ ഉണ്ടാക്കും. അത് മാത്രമല്ല നമ്മൾ കുറേ സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രക്ചറിന്റെ ഭാഗം ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ടെക് പ്രൊജക്റ്റുകൾ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം റവന്യൂ കിട്ടും. ഞാനൊരു സാധനം ചെയ്യുന്ന പ്രോജക്റ്റ് പല ഐഡിയ ഇവർ പിച്ച് ചെയ്യുന്ന സമയത്തും ബിൽഡ് ചെയ്യുന്ന സമയത്തും ഇതിന് ആൾക്കാർ എമൗണ്ട് തരും. എന്താണ് അവിടെയാണ് ശരിക്കും പ്രോബ്ലം സോൾവിങ്ങിനെ പറ്റിയിട്ട് അവർ പഠിക്കുക. കാരണം എല്ലാ ആൾക്കാരും ലൈഫിൽ ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ് ആണല്ലോ, അല്ലേ? ഇപ്പം ആ പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ് അവിടെ നിന്നുണ്ടാവും, ആ ഒരു തിങ്കിങ് അവിടെ നിന്നുണ്ടാവും, ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവും. ഇത് സ്റ്റുഡൻസിൽ ഉണ്ടാക്കുന്ന എക്സ്പോഷർ ഭയങ്കര അധികമായിരിക്കും. അവൻ നാളെ ബിസിനസ് ചെയ്തില്ലേ പോലും അവനൊരു സ്ഥാപനത്തിൽ പോയ പോലെ അതാണ് നമ്മൾ ലക്ഷ്യം. അതായത് ഈ സ്റ്റാർട്ടപ്പുകൾ വിജയിക്കണമെന്നുള്ളതോ ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ 8 സ്റ്റാർട്ടപ്പ് വിജയിക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രൈമറി ഫോക്കസ്. അവരിൽ ഉണ്ടാവുന്ന എക്സ്പോഷർ ഭയങ്കര അധികമായിരിക്കും. ഈ എക്സ്പോഷർ വെച്ചിട്ട് ഇവനൊരു കമ്പനി വർക്ക് ചെയ്യാൻ പോയി അവിടെ കോഡ് ചെയ്യുകയാണെങ്കിൽ പോലും അവന് തോന്നും, അവൻ്റെ ആ ഒരു ബിസിനസ് തിങ്കിങ് ഉള്ളത് കൊണ്ട് അവന് ചെയ്യുന്ന കാര്യം വളരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റവന്യൂയിലേക്കാണെന്ന് മനസ്സിലാവും.